ദീർഘകാലമായി കേരളത്തിന്റെ ആവശ്യമായിരുന്ന ശബരി റെയിൽപാതയ്ക്ക് കേന്ദ്രം പച്ചക്കൊടി വീശിയതോടെ കാൽ നൂറ്റാണ്ടുകാലം നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാവുന്നത്. കേന്ദ്രാനുമതി ലഭിച്ചതോടെ അങ്കമാലി എരുമേലി റെയിൽപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വരുന്ന ജൂലൈയിൽ നടത്താനാണ് തീരുമാനമായിരിക്കുന്നത്. ഇതിനായി റെയിൽവേയുടെ വിദഗ്ധ സംഘം കേരളത്തിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. കോടികൾ ചിലവ് വരുന്ന ഈ പ്രൊജക്ടിന്റെ തീരുമാനവും ഇന്നലെ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പാതയുടെ ചരിത്രവും റൂട്ടും പ്രൊജക്ടിനായുണ്ടായ വെല്ലുവിളികളുമൊക്കെയാണ് പരിശോധിക്കുന്നത്. നമുക്കാദ്യം ശബരി റെയിൽപാതയ്ക്ക് പച്ചക്കൊടി എന്നതിൽ ശബരിയുടെ അതായത് ഈ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് ആദ്യമേ പരിശോധിക്കാം. ഇതിന്റെ പ്രഖ്യാപനം വന്നിരുന്നത് അതായത് 1997-98 വർഷത്തെ കേന്ദ്ര ബജറ്റിലാണ് ഇത് ഉൾപ്പെടുത്തിയിരുന്നതെങ്കിലും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് 89 ഡിസംബറിലാണ്. ഈ ശബരിമലയ്ക്ക് ഒരു റെയിൽവേ പാത എന്ന നിർദ്ദേശം പാർലമെന്റിൽ വെച്ചത് ആ സമയത്താണെന്നാണ് അറിവ്. പിന്നീട് 10 വർഷം കൊണ്ട് പടിപടിയായാണ് ഇതിന്റെ ഒരു അംഗീകാരം നേടിയെടുത്തത്. പിന്നീടാണ് 98-ൽ അന്ന് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അങ്കമാലി എരുമേലി പാതയ്ക്ക് അവസാന അംഗീകാരം ലഭിച്ചത്. ആ റെയിൽവേ ബജറ്റിലാണ്. എരുമേലിയിൽ നിന്ന് പുനലൂർ വഴി കന്യാകുമാരി വരെ പാത നീട്ടുന്ന തരത്തിലായിരുന്നു അന്ന് നിർദ്ദേശം വെച്ചിരുന്നത്. എല്ലാ ഭാഗത്തു നിന്നും ഭക്തർക്ക് ശബരിമലയിലേക്ക് ട്രെയിനിലെത്താൻ കഴിയുന്ന ഒരു പാതയായിരുന്നു അന്നത്തെ ലക്ഷ്യം. പിന്നീട് അത് വിഭാവനം ചെയ്തത് 111 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഇത് നിർമ്മിക്കുക എന്നതിലേക്ക് എത്തിയത്. അതായത് ഈ റെയിൽ സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ സജീവമായി. അപ്പോൾ ആ പാതയ്ക്കായി സ്ഥലം തിരിച്ച് ഈ കല്ലിട്ട പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും കാലങ്ങളായിട്ട് ഈ ജനങ്ങൾ ഇത് പല തലമുറകളായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ആ പ്രദേശത്തെ ഈ കല്ലിട്ട് വെച്ചിരിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആശ്വാസം കൂടിയാണ് ഈ പറയുന്ന 111 കിലോമീറ്ററിലുള്ള. കാരണം വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ പദ്ധതിയുടെ ഒരു അനിശ്ചിതാവസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധത്തിൽ ഏതാണ്ട് ഒരു 11 കർമ്മസമിതിയും അവയുടെയൊക്കെ അപെക്സ് കമ്മിറ്റികളും ഒക്കെ നിലവിൽ ഇപ്പോഴുമുണ്ട്. അങ്കമാലിയിൽ ആരംഭിച്ച് കോട്ടയത്തെ രാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെ 72 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 2125 കുടുംബങ്ങളുടെ ഭൂമിയിലായിരുന്നു ശബരി പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പും റെയിൽവേയും ചേർന്ന് കല്ലിട്ട് തിരിച്ചിരുന്നത്. ഈ സ്ഥലങ്ങൾ ഇവരെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് ഏത് പ്രൊജക്ട് ആണെങ്കിലും നമുക്കറിയാം, സർക്കാർ ആ കല്ലിട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത് വിൽക്കാനോ ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാനോ ഒന്നും ഉടമകൾക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ആ ജനങ്ങൾക്ക് കൂടി ആശ്വാസമായിരിക്കുകയാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിന്റെ ഈ തീരുമാനം എന്നുള്ളത്. നമുക്കിനി ഇത് എവിടെ മുതലാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കാലടി മുതൽ രാമപുരം വരെ, അതായത് 70 കിലോമീറ്ററിലാണ് ഈ സർവേ നടത്തിയിരുന്നത്. അതായത് ഈ 111 കിലോമീറ്റർ നീളമുള്ള പാതയിൽ 7 കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിനും കുറുകെ ഒരു കിലോമീറ്ററിൽ പാലവും അത് പണി തുടങ്ങിയിട്ടുണ്ട്. പദ്ധതികൾക്കായി ആകെ വേണ്ടത് 303.58 ഹെക്ടർ ആണ്. ഇതുവരെ 24.4 ഹെക്ടർ ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലമെടുപ്പാണ് നടക്കാനുള്ളത്. അതിലാണ് ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഈ ബാക്കിയുള്ള സ്ഥലമെടുപ്പ് ജൂലൈയിൽ ആരംഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാലടി തൊടുപുഴ ദൂരം ഏതാണ്ട് 48 കിലോമീറ്റർ ആണ്. അതായത് 720 കോടി രൂപയുണ്ടെങ്കിൽ തൊടുപുഴ വരെ പാത നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിന്റെ നിർമ്മാണ ചെലവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതായിരുന്നു പദ്ധതിക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നത്. ആരിത് നിർമ്മിച്ചു തുടങ്ങും, ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആരായിരിക്കും ഇടേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ. അപ്പൊ തന്നെ ഈ കാലടി വരെ 8 കിലോമീറ്റർ റെയിൽവേ ലൈൻ നിർമ്മിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞു ആ റെയിൽവേ ലൈൻ ഇപ്പോഴുണ്ട്. ഏറ്റെടുക്കേണ്ടത് ഇനി 416 ഹെക്ടർ ഭൂമിയാണ്. ഇതിന്റെ ഒരു ഫണ്ടിംഗ് ആണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്. അതായത് നിലവിൽ ഇത് ഏറ്റെടുക്കുമ്പോൾ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എത്ര ഫണ്ടിംഗ് വരുമെന്ന്. ഇതിൽ ഫണ്ടിംഗ് വരുന്നത് ഈ 416 ഹെക്ടർ ഭൂമിയിൽ അത് സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രൊജക്ടിന്റെ ചെലവ് 3810 കോടി രൂപയാണ്. അതായത് ഈ ശബരിപാതയുടെ പദ്ധതി ചെലവ് 97-ൽ 540 കോടി രൂപയായിരുന്നു എന്നതാണ് ഈ നിർമ്മാണം നീണ്ടതോടെ, അതായത് ഇത്ര വർഷം കഴിഞ്ഞതോടെ 2017-ലെ കണക്കെടുത്താൽ 2815 കോടി രൂപയാണ്. ഇപ്പോഴത് 3810 കോടി രൂപയായി മാറിയിരിക്കുന്നു. അത് ഈ കാലതാമസം കൊണ്ടാണ് ഇത്രയധികം തുകയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അപ്പൊ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിലും ഈ പദ്ധതിയുടെ ചെലവ് പങ്കിടുന്ന കാര്യത്തിലുമൊക്കെ തീരുമാനം വൈകലാണ് ഇത്രയധികം, അതായത് ഈ പദ്ധതി മരവിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ചിലവിന്റെ കാര്യത്തിലും വർധന ഉണ്ടായിരിക്കുന്നത്. അങ്കമാലി മുതൽ കാലടി വരെ 7 കിലോമീറ്റർ പാത നിർമ്മിച്ചത് മാത്രമാണ് ബാക്കി. അതായത് അതിന്റെ തുക
കണക്കാക്കാതെയാണ് ഈ തുക വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ മെയിൻ്റനൻസ് വർക്കുകൾ അവിടെയും നടത്തേണ്ടി വരും. രാമപുരം വരെ ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം ഉണ്ടായിരുന്നു. 2021 കിഫ്ബി വഴി പദ്ധതി നടപ്പിലാക്കാൻ കേരളം കത്ത് നൽകിയിരുന്നു. പക്ഷേ എസ്റ്റിമേറ്റ് പുതുക്കാനാണ് റെയിൽവേ അന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് 3810 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ റെയിൽവേയുടെ പരിഗണനയിലുള്ളത്. അതിനിടെ പദ്ധതി ഇരട്ടപ്പാതയാക്കണം എന്നും പമ്പ വരെ നീട്ടണം എന്നുമൊക്കെയുള്ള ആവശ്യം റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇരട്ടപ്പാത ആക്കുമ്പോൾ ചെലവ് 9600 കോടിയായി ഉയരും. അതുകൊണ്ട് ഇതിന്റെ പകുതി വീതമായി 4500 കോടിയിലധികം കണ്ടെത്തുക കേരളത്തിന് ഒരു തരത്തിലും നിലവിലെ ഒരു സാമ്പത്തിക സാഹചര്യത്തിലൊന്നും സാധ്യമല്ല. അത് പദ്ധതിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ പ്രൊജക്ടിന്റെ ചിലവ് 3810 എത്തിയത്. ഇനി ഈ ശബരിപാതയുടെ റൂട്ടാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, അങ്കമാലി മുതൽ എരുമേലി വരെയാണ് ശബരിപാത. ഈ ശബരിമലയുടെ ഒരു കവാടമായിട്ടുള്ള എരുമേലിയിലേക്ക് ഈ സ്വപ്നപാത എത്തുന്നു, ഇല്ലെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളത് ഏറെ പേർക്ക്, പ്രത്യേകിച്ച് ഭക്തരായിട്ടുള്ള ആളുകൾക്കൊക്കെ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല, ഈ കൃഷി ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈസിയാകാൻ കൂടി ഈ ശബരിപാത കാത്തിരുന്നിട്ടുണ്ട് നിരവധി പേർ. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ മലയോര മേഖലകളിൽ അവിടെ ഈ വികസനത്തിന്റെയൊക്കെ ഒരു പ്രതീക്ഷ ഈ ശബരി പാതയിലുണ്ട്. അതായത് റെയിൽവേ കടന്നു ചെന്നിട്ടില്ലാത്ത കേരളത്തിന്റെ മലയോര മേഖലകളാണിതെല്ലാം. 14 റെയിൽവേ സ്റ്റേഷനുകൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കാം ഈ റൂട്ടിൽ എത്ര സ്റ്റേഷനുകളാണ്. 14 സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേഷൻ അങ്കമാലി ജംഗ്ഷനാണ്. രണ്ടാമത്തേത് കാലടിയാണ്, പെരുമ്പാവൂരിലാണ്. അങ്കമാലി ജംഗ്ഷൻ നമുക്കറിയാം. അങ്കമാലി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള പാതയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞിട്ട് ആ ശബരി പാത ആരംഭിക്കും. അതായത് ജംഗ്ഷനിൽ തന്നെ പാത ആരംഭിക്കും. കാലടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് റോഡിൽ കാലടി സ്റ്റേഷൻ വരും. ഈ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് കുറെ കാലങ്ങളായി. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് സ്റ്റേഷൻ. ഇവിടെ വരെ പാത നിർമ്മാണം പൂർത്തിയായപ്പോൾ സ്വാഭാവികമായിട്ടും വിമാനത്താവളത്തിലെത്തുന്ന ഈ പറയുന്ന മലയോര മേഖലയിലേക്കുള്ള ആളുകൾക്കൊക്കെ കൂടുതൽ സൗകര്യപ്രദമായിരിക്കും റെയിൽ എന്നുള്ളതാണ്. മറ്റൊന്ന് പെരുമ്പാവൂരായിരുന്നു. റെയിൽവേക്ക് ഗുഡ് സർവീസ് വഴി നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന മേഖലകളിൽ ഒന്നാണ്. കാരണം ഈ തടി വ്യാപാരത്തിന്റെയൊക്കെ പ്രധാന കേന്ദ്രം അവിടെയാണ്. കാലടി പെരുമ്പാവൂർ മേഖലയിൽ അരിമില്ലുകളും ധാരാളമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിലും അത് ഹെൽപ്പാവും. മറ്റൊന്ന് ഓടക്കാലിയാണ്. ഓടക്കാലി നമുക്കറിയാം, ആ മേഖലയിൽ നെല്ല്, വാഴ, ജാതി, റബ്ബർ കൃഷി അങ്ങനെ വ്യാപകമായി വിളയിക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും കച്ചവട ആവശ്യങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഇത് കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങൾക്കൊക്കെ കർഷകർക്കും വ്യാപാരികൾക്കും ഒക്കെ വലിയ ഉപകാരമാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് കോതമംഗലമാണ്. കോതമംഗലം നമുക്കറിയാം മൂന്നാറിന്റെ കവാടമായി മാറുന്ന ഒരു സ്റ്റേഷനായിരിക്കും. കാരണം അവിടുന്ന് മൂന്നാറിലേക്ക് 80 കിലോമീറ്റർ ആണ്, അടിമാലിയിലേക്ക് 50 കിലോമീറ്റർ ആണ്, ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ 30 കിലോമീറ്റർ ആണ്. അപ്പൊ ഏറ്റവും എളുപ്പം ആളുകൾക്ക്, ഇപ്പൊ നമ്മൾ എറണാകുളത്ത് നിന്ന് പോകുമ്പോൾ അറിയാം, നമ്മൾ കോതമംഗലവും കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടിമാലിയും കഴിഞ്ഞ് എത്ര കിലോമീറ്റർ താണ്ടിയാലാണ് മൂന്നാറത്ത്. അപ്പൊ ഇതാവുമ്പോൾ ട്രെയിനിൽ അവിടെ ചെന്ന് ഇറങ്ങുന്നു, അവിടെ നിന്ന് ഈസി ആയിട്ട് വണ്ടിയിലോ ഇല്ലെങ്കിൽ ബസ്സിലോ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയും സമയം ലാഭിക്കാൻ സാധിക്കും. മറ്റൊന്ന് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ ഈ കൊച്ചി തേനി ഗ്രീൻഫീൽഡ് ദേശീയപാതയ്ക്ക് സമീപത്താണ് മൂവാറ്റുപുഴയിൽ ഈ സ്റ്റേഷൻ വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത സ്റ്റേഷൻ, 7ാമത്തെ സ്റ്റേഷൻ വാഴക്കുളമാണ്. കേരളത്തിന്റെ തന്നെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. തൊടുപുഴ റോഡിന് സമീപത്തായിരിക്കും വാഴക്കുളത്ത് സ്റ്റേഷൻ വരിക. മറ്റൊന്ന് തൊടുപുഴയാണ്. തൊടുപുഴ ഇടുക്കി ജില്ലയുടെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് തൊടുപുഴയിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കോലാനി ബൈപ്പാസും രാമമംഗലം തൊടുപുഴ റോഡും ചേരുന്നതിന് സമീപത്തായിട്ടായിരിക്കും ഈ സ്റ്റേഷൻ വരാൻ പോകുന്നത്. ആ രീതിയിലാണ് അതിന്റെ പ്ലാൻ ഉള്ളത്. മറ്റൊന്ന് കരിങ്കുന്നമാണ്. കരിങ്കുന്നം എന്ന് പറഞ്ഞാൽ മൂലമറ്റം പവർ ഹൗസ്, മൂലമറ്റം FCI ഗോഡൌൺ എന്നിവയ്ക്ക് അടുത്തുള്ള സ്റ്റേഷനാണ്. തുടങ്ങനാട് കിൻഫ്ര സ്പൈസസ് പാർക്കിനും റെയിൽവേ കണക്ടിവിറ്റി ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഈ വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെയും ഒരു വശം. മറ്റൊന്ന് രാമപുരമാണ്, 10ാമത്തെ സ്റ്റേഷൻ. അതായത് പിഴകിലാണ് അവിടെ സ്റ്റേഷൻ വരിക. അവിടെ വരെയാണ് കോട്ടയം ജില്ലയിൽ സ്ഥലമേറ്റെടുപ്പിന് ഇതുവരെ കല്ലിട്ടിരിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ 74 കിലോമീറ്റർ കല്ലിട്ട് വെച്ചിരിക്കുന്നത് ഈ രാമപുരം വരെയാണ്. ഇനിയുള്ളത് ഭരണങ്ങാനമാണ്. ഭരണങ്ങാനം പാലാ ടൗണിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെ ദീപ്തി ജംഗ്ഷനിലായിട്ടാണ് അതിന്റെ സ്റ്റേഷൻ വരിക എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന് ചെമ്മലാമറ്റമാണ്. ചെമ്മലാമറ്റം ഈരാറ്റുപേട്ട ഭാഗത്താണ്. അവിടെ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഈരാറ്റുപേട്ട ഭരണങ്ങാനം സ്റ്റേഷൻ, ചെമ്മലാമറ്റം സ്റ്റേഷൻ വരിക. മറ്റൊന്ന് എരുമേലി, അതായത് 14ാമത്തെ സ്റ്റേഷനാണ് എരുമേലി. എരുമേലിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ
MES കോളേജ് ഉണ്ട്. കോളേജിന്റെ സമീപത്താണ് സ്റ്റേഷൻ. അവിടെ നിന്ന് ശബരിമലയിലേക്ക് 43 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം കണക്ട് ചെയ്ത് പോകുന്നവർക്ക്, ഇപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ചെങ്ങന്നൂർ ഇല്ലെങ്കിൽ തിരുവല്ല ഒക്കെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിനോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. അത് മാറുന്നു. അതായത് അത് മാറി അവിടെ വരെ, അതായത് ഈ പറയുന്ന എരുമേലി വരെ ട്രെയിനിലെത്താനുള്ള സാധ്യതയാണ് ശബരിയിലൂടെ ഉണ്ടാവുന്നത്. അവിടെ നിന്ന് 43 കിലോമീറ്റർ മാത്രമാണ് ശബരിമലയിലേക്ക് ഉണ്ടാവുക. ഈ നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളം എന്നൊക്കെ പറയുന്നത്, അതായത് 8 കിലോമീറ്റർ അകലെയാണ് ഈ വിമാനത്താവളവും വരാൻ പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ആ കണക്ഷൻ ഇല്ലെങ്കിൽ ആ യാത്ര കുറച്ചുകൂടി സുഗമമാക്കും എന്നതിനപ്പുറത്തേക്കും കൃഷിയും മറ്റു വ്യവസായങ്ങളും ഇല്ലെങ്കിൽ ഈ മലയോര ജനതയ്ക്കും കൂടുതൽ യാത്രാ സൗകര്യവും ആകും എന്നുള്ളതാണ്. ഈ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ഇല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക്, ഇവരുടെ ഈ രീതിയിലുള്ള ആവശ്യങ്ങൾക്കെല്ലാം അവസാനമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ജൂലൈയോടെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കും. പിന്നീട് ഉടൻ തന്നെ ബാക്കി നിർമ്മാണങ്ങളും നടക്കും എന്നാണ് കരുതുന്നത്.